എല്ലാവർക്കും നമസ്കാരം. നിത്യജീവിതത്തിൽ ശീലിക്കേണ്ടതായ ചില മന്ത്രജപങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ പ്രമാണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ ചിട്ടയോടെയും ഈശ്വരഭക്തിയോടെയും വളർത്തിയാൽ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. നിത്യേനയുള്ള നാമജപത്തോടൊപ്പം ശക്തിയുടെ ഉറവിടമായ മന്ത്രങ്ങൾ ഉരുവിടുന്നത് ഉത്തമമാണ്. മന്ത്രം എന്നാൽ മനസ്സിനെ ത്രാണം ചെയ്യുന്നത് എന്നാണ് അർത്ഥം. ഓരോ മന്ത്രവും അർത്ഥമറിഞ്ഞ് ചൊല്ലുന്നത് അത്യുത്തമമാണ്. രാവിലെ സൂര്യോദയത്തിനു മുൻപായി വലതുവശം ചരിഞ്ഞ് എഴുന്നേറ്റ് ഇരു കൈകളും മുഖത്തിന് അഭിമുഖമായി പിടിച്ച് ജപിക്കേണ്ട മന്ത്രം ഇതാണ്: കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതേ ഗൗരി, പ്രഭാതേ കരദർശനം. കൈവെള്ളയുടെ അഗ്രത്തിൽ ലക്ഷ്മി ദേവിയും മധ്യഭാഗത്ത് സരസ്വതിയും കരമൂലത്തിൽ ഗൗരിയും സ്ഥിതി ചെയ്യുന്നു. കരദർശനത്തിലൂടെ ഈ മൂന്ന് ദേവിമാരെയും കണി കാണുന്നു. യഥാക്രമം ധനം, വിദ്യ, ശക്തി എന്നിവയ്ക്ക് വേണ്ടിയാണ് ഈ പ്രാർത്ഥന. അടുത്തത്, പാദങ്ങൾ ഭൂമിയിൽ സ്പർശിക്കുന്നതിന് മുൻപായി കൈകൾ കൊണ്ട് ഭൂമിയിൽ തൊട്ടു വണങ്ങി ക്ഷമാപണ മന്ത്രം ചൊല്ലണമെന്നും ആചാര്യമതം അനുശാസിക്കുന്നു. സമുദ്രവസിനി ദേവി പർവ്വതസ്ഥനമണ്ഡലേ, വിഷ്ണുപത്നി നമസ്തുഭ്യം, പാദസ്പർശം ക്ഷമാസമേ. സമുദ്രത്തിലേക്ക് കാൽവെച്ചും പർവ്വതങ്ങളെ സ്ഥലങ്ങളാക്കിയും വസിക്കുന്നതും ശ്രീ മഹാവിഷ്ണുവിൻ്റെ പ്രിയപത്നിയായിരിക്കുന്നതുമായ അമ്മേ, എൻ്റെ പാദസ്പർശം ക്ഷമിച്ചാലും. ഈ മന്ത്രത്തിന് ശാസ്ത്രീയമായ അടിസ്ഥാനമുണ്ട്. ഉറങ്ങിക്കിടക്കുമ്പോൾ ശരീരത്തിലുള്ള ഊർജം സ്റ്റാറ്റിക് ആണ്. എഴുന്നേൽക്കുമ്പോൾ കൈനറ്റിക് എനർജിയാണ് ശരീരത്തിൽ നിറയുന്നത്. ഭൂമിയിൽ തൊടുന്നതോടെ ശരീരത്തിലെ മലിനോർജം പോയി ശുദ്ധോർജം നിറയുന്നു. ആദ്യം കാലാണ് തറയിൽ തൊടുന്നതെങ്കിൽ ഊർജം താഴോട്ടൊഴുക്കി ശരീരബലം കുറയുന്നു. കൈ ആദ്യം തറയിൽ തൊടുമ്പോൾ ഊർജം മുകളിലേക്ക് വ്യാപിച്ച് കൈയിലൂടെ പുറത്തു പോവുകയും അതിൻ്റെ ഫലമായി ശരീരബലം ഇരട്ടിക്കുകയും ചെയ്യുന്നു. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി, നർമ്മദേ സിന്ധു കാവേരി ജലസ്മിൻ സന്നിധിം കുരു. കുളിക്കുന്നതിന് മുൻപ് ഇരു കൈകളിലും ജലമെടുത്ത് ഈ മന്ത്രം ചൊല്ലി കുളിക്കാനുള്ള വെള്ളത്തിലേക്ക് ഒഴിക്കുക. ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി എന്നിങ്ങനെയുള്ള പുണ്യനദികളിലെ ജലസാന്നിധ്യം കുളിക്കുന്ന വെള്ളത്തിൽ ഉണ്ടാവട്ടെ എന്നാണ് അർത്ഥമാക്കുന്നത്. കുളി കഴിഞ്ഞു സൂര്യൻ അഭിമുഖമായി നിന്നുകൊണ്ട് ഗായത്രി മന്ത്രം ചൊല്ലുക. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ. ഗായത്രി മന്ത്രജപം ആരോഗ്യവും ദീർഘായുസ്സും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യുന്നു. ചെറുപ്പം മുതലേ ഗായത്രി മന്ത്രോപാസന ശീലിക്കുന്നത് കുട്ടികളുടെ വിദ്യാവികാസത്തിനും കാരണമാകുന്നു.